ക്ലോഡ് യൂസ് ചെയ്ത് തുടങ്ങുന്ന പലരും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ സ്കില്ല്, അല്ല എന്തിനാണ് ഈ സ്കില്ല് നമുക്ക് യൂസ് ആവുന്നത്. നിങ്ങൾക്ക് ഒരു ടാസ്ക് പല തവണ AI ചെയ്ത് നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു പ്രോംപ്റ്റ് പല തവണ നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഇതിനെല്ലാം കുറച്ചും കൂടെ എളുപ്പമാക്കാനാണ് സത്യത്തിൽ സ്കില്ല്. നിങ്ങൾക്ക് എന്താണോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് അതിനൊരു ഫയലിലോട്ട് മാറ്റിയിട്ട് ആവശ്യാനുസരണം ക്ലോഡ് അതിനെ ലോഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്കില്ല്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ AIക്ക് ഒരുപാട് സ്കില്ലുകളിൽ സ്പെഷ്യലൈസ് ആവാൻ വേണ്ടി സഹായിക്കും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ സ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, SEO ഒപ്റ്റിമൈസേഷൻ സ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, മാർക്കറ്റിംഗ് സ്കിൽസുകൾ ഇൻസ്റ്റാൾ ചെയ്യാം, സെയിൽസ് സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യാം, വെബ്സൈറ്റ് ബിൽഡിംഗ് സ്കിൽസ് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഓരോ സ്കില്ലുകളും ക്ലോഡിനെ അതത് മേഖലകളിൽ സ്പെഷ്യലൈസ് ആക്കും. നിങ്ങളെ ടാസ്കിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്യാനും ക്ലോഡിൽ ഈസിയായി പറ്റും. സ്വന്തമായിട്ട് സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ ക്ലോഡിനകത്ത് സ്കിൽ ക്രിയേറ്റർ എന്ന് പറയുന്നൊരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് തന്നെ അവൈലബിൾ ആണ്. ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് ആ സ്കില്ലിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ ആ സ്കില്ലിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സ്കില്ല് ക്രിയേറ്റ് ചെയ്ത് തരും. കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്കിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടുന്ന് ഈസിയായി നിങ്ങളുടെ സ്കില്ലിനെ അപ്ലോഡ് ചെയ്ത് ക്ലോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ആക്കിയ സ്കില്ലിനെ യൂസ് ചെയ്യാൻ നിങ്ങൾ ക്ലോഡിനകത്ത് വന്നിട്ട് ചാറ്റിനകത്ത് /സ്കിൽ നെയിം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കില്ല് ലിസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം എന്താണോ നിങ്ങൾക്ക് ടാസ്ക് വേണ്ടത് അത് ഈ സ്കില്ലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പേർട്ട് ലെവലിലുള്ള ഔട്ട്പുട്ട് ക്ലോഡ് നിങ്ങൾക്ക് തരും. സ്കില്ലിനെ പറ്റി പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനൊരു PDF ഗൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കമന്റിൽ സ്കിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് DM ചെയ്ത് വിടാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ ഒന്ന് ഫോളോ അടിച്ച് കൂടെ കൂടിക്കോ.